ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷിൻ്റെ ഭാര്യ ലക്ഷ്മിയുടെ വീടാണ് കേട്ടോ കാണിക്കുന്നത്. ആ വീട് വലിയൊരു മനയാണ്. ആ മനയിൽ ഒരുപാട് കൃഷിക്കാർ വന്നിട്ട് ഇങ്ങനെ ഓണത്തിൻ്റെ സമ്മാനങ്ങളായി ഇങ്ങനെ അവരുടെ ആ കൊല ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഓരോരുത്തരും ഓരോന്നായി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ദേവകി അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് എത്ര ഇവിടെ ഇഷ്ടം പോലെ ഓണക്കൊലകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴതൊന്നും ഇല്ല. എന്ത് ചെയ്യാൻ, എൻ്റെ ലക്ഷ്മി പടിയിറങ്ങിയതിനോടുകൂടി എല്ലാം പോയില്ലേ, മനയൊക്കെ ആകെ നാശമായി എന്നൊക്കെ ഇങ്ങനെ ദേവകി അമ്മ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവകി അമ്മ ഇത് പറയുമ്പോൾ മാഷ് ഇങ്ങനെ ഈ വീട്ടിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, മക്കളെ, ഇതാണ് തൻ്റെ അമ്മയുടെ നാട്, നിങ്ങളെല്ലാവരും കണ്ടോളൂ, നിങ്ങളുടെ അമ്മയുടെ നാടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മാഷ് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ ദേവകി അമ്മയുടെ മുന്നിലോട്ട് ഓരോരുത്തരായി താൻ കൃഷി ചെയ്ത ആ വിളകളൊക്കെ ഇങ്ങനെ ദേവകി അമ്മയുടെ മുന്നിൽ കൊടുന്നു വെക്കുമ്പോൾ ദേവകി അമ്മ പറയാണ്, ഇന്ന് എൻ്റെ ലക്ഷ്മി മോളുടെ മക്കൾ ഈ വീട്ടിലോട്ട് വരുന്നുണ്ട്. അതാണ് പതിവില്ലാത്ത ഒരു ഓണക്കാഴ്ച ഇന്ന് എനിക്ക് കാണേണ്ടി വന്നത്. എത്ര നാളായി എൻ്റെ മകൾ പോയതിന് ശേഷം ഇങ്ങനെ ഒരു ഓണക്കാഴ്ചയും ഓണക്കൂടലും ഇങ്ങനെ ഒരു ഭക്ഷണ സാധനങ്ങളും മുന്നിൽ കൊടുന്ന് വെക്കലില്ല എന്നൊക്കെ ഇങ്ങനെ ദേവകി അമ്മ പറയാണ് കേട്ടോ. അങ്ങനെ ദേവകി അമ്മ ഓരോരുത്തരും ഓരോ വിളകൾ ഇങ്ങനെ കൊടുന്ന് വെക്കുമ്പോൾ അത് സന്തോഷത്തോടു കൂടി വാങ്ങുമ്പോൾ അവർക്ക് ദേവകി അമ്മയുടെ കൈകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് മാഷ് മന കയറി വരുന്നത്. മനയുടെ മുന്നിൽ മാഷ് വന്ന് നിൽക്കുമ്പോൾ ആ ഉമ്രപ്പടി അങ്ങ് ചവിട്ടുമ്പോൾ മാഷ് പറയാണ്, പഴയ ആ പ്രൗഢിയൊന്നും ഇന്ന് ഈ മനക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് മാഷ് ആ ഉമ്രപ്പടി ഇങ്ങനെ കയറുന്നത്. അപ്പോഴേക്കും മക്കൾ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. അങ്ങനെ മാഷ് ഈ ദേവകി അമ്മയുടെ അടുത്തോട്ട് വരുമ്പോൾ മാഷിനെ കാണുന്ന ദേവകി അമ്മ, എൻ്റെ ലക്ഷ്മിയുടെ മക്കളും ഭർത്താവും എത്തിയല്ലോ എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അവിടെ തന്നെ അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദേവകി അമ്മ പറയാണ്, എനിക്ക് ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കാനൊന്നും പറ്റിയ ഒരു സാഹചര്യമല്ല, അതിനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നേ, അനന്ത നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അനന്ത മാഷിനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അനന്ത മാഷ് ഈ ദേവകി അമ്മയുടെ കാൽക്കൽ, അമ്മ എന്നെ അനുഗ്രഹിക്കണം, ഈ അമ്മയോട് ക്ഷമ ചോദിക്കണമെന്ന് എനിക്ക് എന്നും ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ലക്ഷ്മിയെ ഞാൻ കൊണ്ടുപോയത്, അമ്മയുടെ സമ്മതമില്ലാതെ ലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിച്ചതിൽ അമ്മയോട് ഞാൻ സോറി പറയുന്നു എന്ന് പറയുമ്പോൾ, എന്താ ആനന്ദ നീ ഇങ്ങനെ സംസാരിക്കുന്നത്, നിന്നോട് ഞാനല്ലേ സോറി പറയേണ്ടത്, എൻ്റെ മകൾ 5 പഞ്ചരത്നം, അതായത് 5 പെൺകുട്ടികളെയാണ് പ്രസവിച്ചത്, എന്നിട്ടും എൻ്റെ മക്കളെ നീ കൈവിടാതെ എൻ്റെ മോളെ ഓർത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. 5 പെൺമക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച അനന്ത, നിന്നെ ഞാൻ കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, ഈ അമ്മയല്ലേ ശരിക്കും നിൻ്റെ മുന്നിൽ പാപി എന്ന് പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന അനന്തമാഷ് പറയുക, എന്താ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്, പിന്നെ ഞാൻ എങ്ങനെ പറയണേ, നിൻ്റെ മുന്നിൽ ഞാൻ തോറ്റിരിക്കുന്നു, എൻ്റെ മകൾ മരിച്ചിട്ട് പോലും എൻ്റെ വാശിക്കും ദേഷ്യത്തിനും എനിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല, എന്നാൽ നിന്നിലൂടെ എനിക്കത് പഠിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. ഇതേ സമയം അമ്പിളിയും ചീരുവും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ സമയം ഇങ്ങനെ ദേവകി അമ്മ പറയുന്നത്, എൻ്റെ കൊച്ചുമക്കൾ ഓരോരുത്തരായി ഇങ്ങനെ വന്നേ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അമ്പിളി വരുന്നു കേട്ടോ. അമ്പിളി ചീരുവിൻ്റെ കുഞ്ഞിനെ എടുത്തിട്ടാണ് വരുന്നത്. അങ്ങനെ അമ്പിളി കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങാണ്. എൻ്റെ കൊച്ചുമക്കൾ ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞ് ദേവകി അമ്മ ഓരോരുത്തരായി അനുഗ്രഹം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ദേവകി അമ്മയെ കാണുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാവാണ്. ആ മുത്തശ്ശിയെ കിട്ടിയ ആ സന്തോഷം അത് പറയാനില്ല. അത്രയും വലിയ സന്തോഷത്തോടു കൂടി ഓരോരുത്തരായി മുത്തശ്ശിയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങുമ്പോൾ, അനന്ത നീ എന്നാലും പേരമക്കളുമായി വന്നല്ലോ, ഈ അമ്മക്ക് ഒരുപാട് സന്തോഷമായി, ഇതിൽ പരം പറയാൻ വാക്കുകളില്ല. അപ്പോൾ ഈ സമയം അവിടെ ഇങ്ങനെ മാഷ് ആദ്യം തന്നെ പറയുന്നുണ്ട്, നിൻ്റെ അമ്മക്ക് ഒരു അനിയത്തിയാണ് ഉള്ളത്, അവർ സിംഗപ്പൂരിലാണ്, അവരുടെ പേര് പാർവതി എന്നാണ്, അവർ സിംഗപ്പൂരിലാണ്, അവരെയും കൊണ്ട് ഇടയ്ക്ക് നിൻ്റെ അമ്മ ഈ ദേവകിയമ്മയും കൊണ്ട് നിൻ്റെ അനിയത്തിയായ പാർവതി സിംഗപ്പൂരിലോട്ട് പോവാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് മന അടച്ചിടുന്നത് കൊണ്ട് തന്നെ മനക്ക് ആ പഴയ പ്രൗഢിയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ സമയം മക്കളിങ്ങ് വായോ, ഇവിടെ തന്നെ നിൽക്കാതെ അകത്തോട്ട് വാ എന്ന് പറയണം കേട്ടോ. ഇതേ സമയം മക്കളെല്ലാവരും അകത്ത് കയറിയിട്ട് ഈ ഫോട്ടോകളും ഇങ്ങനെ നോക്കണ്ട. അപ്പോൾ തൻ്റെ അമ്മ ലക്ഷ്മിയും അതുപോലെ കൂടെ അനിയത്തിയായ പാർവതി നിൽക്കുന്നത് കാണുമ്പോൾ അവിടെ അമ്പിളി പറയണത്, ഇത് ഞങ്ങളുടെ അമ്മയല്ലേ, ചെറുപ്പത്തിലെ ഞങ്ങളുടെ അമ്മയുടെ ഫോട്ടോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ മക്കളെ, നിങ്ങളുടെ അമ്മയും അതുപോലെ തന്നെ അനിയത്തിയായ പാർവതിയുമാണ്, അവർ ഇരട്ടകളല്ലേ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടണം കേട്ടോ. ഇരട്ടകളല്ലേ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടി നിൽക്കുമ്പോഴാണ് പാർവതിയുടെ വരവ് കേട്ടോ. അതായത് അത് ലക്ഷ്മി തന്നെ ആയിരിക്കും. അതേ മുഖച്ചായത്തോടു കൂടി അനന്തമാഷിൻ്റെ ഭാര്യ അതേ മുഖച്ചായത്തോടു കൂടി തൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ അനന്തമാഷിൻ്റെ പിടി പോലും വിട്ടു പോകുന്നു കേട്ടോ. അങ്ങനെ അനന്തമാഷ് ഷോക്കോട് കൂടി നിൽക്കുമ്പോൾ രഘു മാഷിനെ ഒന്ന് പിടിക്കണം കേട്ടോ. ശരിക്കും ഞങ്ങളുടെ ലക്ഷ്മി അമ്മ എന്ന അതിൽ ഫോട്ടോയിൽ കണ്ട അമ്മ, ഇത് കാണുന്ന ചീരവും അമ്പിളിയും ദയ ഞങ്ങളുടെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഈ പാർവതിയെ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അപ്പം പാർവതി പറയാ, എന്താ മക്കളെ നിങ്ങളെല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നത്, ഞാൻ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ് ഈ 5 പെൺമക്കളും പാർവതിയുടെ മുന്നിലോട്ട് വരുമ്പോൾ, അതേ അമ്മയെപ്പോലെ തന്നെ ഉണ്ട് എന്ന് പറയണ്ട അമ്പിളി. എന്തിനാ അങ്ങനെ പറയുന്ന, അമ്മയെപ്പോലെ തന്നെ ഉണ്ട് എന്ന് പറയണ്ട, ഞാൻ നിങ്ങളുടെ അമ്മയെ തന്നെയാണ് അമ്പിളി എന്ന് പറയണേട്ടാ. അപ്പം ഇത് കേൾക്കുമ്പോൾ അമ്പിളിക്കും ചിരുവിനും അനുപമൊക്കെ കണ്ണ് നിറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം മാഷിനും കണ്ണ് നിറഞ്ഞ് പോവാണ്. എന്നിട്ട് പറയാം, മക്കളെ നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ അമ്മ തന്നെയാണ് ഞാൻ, ലക്ഷ്മി തന്നെയാണ് ഞാനെന്ന് പറയുമ്പോൾ അവിടെ അമ്പിളി ചോദിക്കാൻ, ഞങ്ങളെല്ലാവരെയും പരിചയമുണ്ടോ, നിങ്ങൾ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ഓരോരുത്തരെയും എനിക്കറിയാം, എല്ലാവരെയും ഞാൻ വിവരങ്ങൾ തിരക്കുന്നുണ്ട് എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ 5 പേർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ഇതേ സമയം ഞാൻ എണീക്കാൻ ഇന്നൊന്ന് നേരം വഴുകി, അതുകൊണ്ട് ഇന്നലെ സിംഗപ്പൂരിൽ നിന്ന് വളരെ ലേറ്റായിട്ടാണ് എത്തിയത്, അതുകൊണ്ടാണ് നേരം വഴുകിയതെന്ന് പറയുന്നത്. ഇനി എന്താ മക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, അമ്മ പൂക്കളൊക്കെ മേടിച്ച് വെച്ച് പൂവൊന്നും ഇടേണ്ടേ, ഓണക്കളം നമുക്ക് ഒരുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവകി അമ്മയും ഇത് തന്നെ പറയുന്നു കേട്ടോ. മക്കളെ നിങ്ങൾ വന്നിട്ട് വേണം പൂക്കളം ഇടാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു, എന്തായാലും പൂക്കളം ഇടാമല്ലേ എന്ന് പറയണേ. അങ്ങനെ എല്ലാവരും കൂടി മുറ്റത്തോട്ട് പോവുകയാണ്. ആ മനയുടെ മുന്നിൽ വലിയൊരു പൂക്കളം തന്നെ ഒരുക്കാണ്. അങ്ങനെ അവരുടെ ആ ഓണത്തിൻ്റെ ആ ഒരു കളിയും അതുപോലെ തന്നെ അവരുടെ ആ സന്തോഷവും ഊഞ്ഞാലാട്ടവും ഒക്കെ കണ്ട് ദേവകി അമ്മയുടെ മനസ്സ് നിറയുമ്പോൾ മാഷിൻ്റെയും മനസ്സ് നിറയുന്ന ആ കിടിലൻ രംഗമാണ് കേട്ടോ ഇന്നുണ്ടായത്. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമും അതുപോലെ തന്നെ ഇന്ദ്രനും സോനയുടെ കുഞ്ഞും അതുപോലെ സോനയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഊഞ്ഞാലിൽ സുശീല ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, മുഖം നന്നായി വിക്കി കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഇതൊക്കെ കണ്ട് സോനയും ശ്യാമും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ പൂക്കളൊക്കെ ഒരുക്കി അവർ അതിൻ്റെ മുന്നിൽ സെൽഫി എടുക്കാൻ നിൽക്കുമ്പോൾ സുശീല ഇങ്ങനെ മുഖം ഇങ്ങനെ കയറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മയെ വിളിക്കുന്നൊന്നുമില്ല. അങ്ങനെ എല്ലാവരും ഈ പൂക്കളത്തിൻ്റെ മുന്നിൽ ഓരോരുത്തരായി ഇന്ദ്രനടക്കം ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സുശീലയെ കാണുമ്പോൾ സത്യൻ വിളിക്കാണ്, അമ്മേ ഫോട്ടോ എടുക്കാൻ വരുന്നില്ലേ. ഇത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണ, അമ്മ വരുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ, ഇല്ലടാ ഞാൻ വരുന്നില്ലടാ എന്ന് പറയണിട്ടാ. അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ പറയാണ്, എന്താ അമ്മേ ഇത്ര ദേഷ്യവും വാശിയും, അതൊന്നും വേണ്ട, അമ്മ അങ്ങ് വായോ. അപ്പോഴേക്കും അവിടെ സത്യം പറയാണ്, ഇന്ന് തിരുവോണമാണ് അമ്മേ, തിരുവോണത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയണ്ടല്ലോ, വാശിയും വൈരാഗ്യമൊക്കെ നിർത്തി അമ്മ ഇങ്ങ് വന്നേ, നമുക്ക് ഒത്തുകൂടാ. അമ്മ തന്നെ പണ്ട് ആ കഥ പറഞ്ഞു തന്നിരുന്ന, ആടാ നിനക്ക് പണ്ടത്തെ കഥകളൊക്കെ ഓർമ്മയുണ്ട് ഇല്ലേ, എന്നാൽ നീ ഈ അമ്മയെ ഓർക്കുന്നുണ്ടടാ എന്ന് പറഞ്ഞ് അന്നും ഒരു വഴക്കിനുള്ള ഒരു ചാൻസ് കാണുമ്പോൾ ഇപ്പുറത്ത് അനന്തം മാഷിൻ്റെ വീട്ടിൽ വെളിച്ചം വന്നത് സുശീല അറിയുന്നില്ല കേട്ടോ. ഇനി അത് അറിയുന്ന ആ രംഗമാണ്, ആ കോടികളുടെ ആ സ്വത്തിന് ഉടമയാണ് അനന്തം മാഷ് എന്നറിയുമ്പോൾ തീർച്ചയായും സുശീലയുടെ പിടിവിട്ടു പോകും കേട്ടോ.